ഇടുക്കി ഏതൊക്കെ രീതിയിൽ നോക്കിയാലും കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ നിന്നും ഒഴിച്ചുകൂടാനാവാത്ത അതിസുന്ദരമായ മലയോര മേഖല. കാട്ടരുവികളാലും വനസമ്പത്താലും മലകളാലും ഡാമുകളാലും കാലാവസ്ഥയാലും അതിസമ്പന്നമായ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. സാധാരണ കർഷകരും കർഷക മക്കളും പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയെ വേദനിപ്പിക്കാതെ അവളെ വളർത്തുന്ന പ്രകൃതി സൗന്ദര്യം തുടിക്കുന്ന മനോഹര നാട്. ഹൈ റേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക സാമൂഹിക സേവന വിഭാഗം 2003 ഇടുക്കി രൂപതയോടൊപ്പം പിറക്കുകയും ഇപ്പോൾ 22 വർഷങ്ങൾ പിന്നിട്ട് തൻ്റെ യൗവനത്തിൽ എത്തി നിൽക്കുകയും ഇടുക്കിയുടെ വികസനത്തിന് പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. അഭിവന്യ ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് രക്ഷാധികാരിയായി. ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരുവേലിക്കൽ അച്ഛൻ പ്രസിഡന്റുമായി പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നരായ ഗവേണിംഗ് ബോഡിയും സൊസൈറ്റിയുടെ നെടും തൂണായ സംഘങ്ങളുടെ നിയന്ത്രണത്തിനായി രൂപീകരിച്ചിരിക്കുന്ന സെൻട്രൽ കമ്മിറ്റിയും സൊസൈറ്റിക്ക് എന്നും ഒരു അനുഗ്രഹവും മുതൽക്കൂട്ടുമാണ്. സൊസൈറ്റിയിൽ ഇന്ന് 350 SHGകളും 40 SHG ഫെഡറേഷനുകളും 125 JLGയും 15 ഫാർമേഴ്സ് ക്ലബും 14 ഫാം ഫ്രണ്ട് ഗ്രൂപ്പും 18 കുട്ടികളുടെ സംഘങ്ങളും 2 ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളും 10 വിഡോസ് SHGയും 10 ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയവരുടെ സംഘങ്ങളും രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു. അഭിവന്യ പിതാവിൽ നിന്നും ജോസഫ് കൊച്ചുന്നേൽ അച്ഛൻ സൊസൈറ്റിയുടെ പുതിയ ഡയറക്ടറായി ചുമതല ഏറ്റെടുത്തപ്പോൾ അച്ഛൻ്റെ മുൻപിൽ നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഗിരിജ്യോതി ക്രെഡിറ്റ് യൂണിയൻ യൂണിറ്റുകളുടെ വാർഷികാഘോഷങ്ങൾ മുരിക്കാശ്ശേരി, മാങ്കുളം, രാജമുടി, കനകക്കുന്ന്, ആൽപ്പാറ, മാവടി, കിളിയാറുകണ്ടം, കരിമ്പൻ, ജോസ്പുരം, മുക്കുടം, രാജാക്കാട്, കഞ്ഞിക്കുഴി, ജോസ്ഗിരി, ചുരുളി, ഉപ്പുതോട് എന്നീ യൂണിറ്റുകൾ അതിമനോഹരമായി ആഘോഷിച്ചു. പുതിയതായി മുരിക്കാശ്ശേരി, കരിക്കിൻതോളം, ആനക്കുളം, നെടുങ്കണ്ടം, തൂക്കുപാലം, സ്നേഹഗിരി, കുതിരക്കല്ല്, ബാലവേദി യൂണിറ്റ് കഞ്ഞിക്കുഴി എന്നീ SHGകൾ രൂപീകരിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കഞ്ഞിക്കുഴി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും കരിമ്പൻ, കഞ്ഞിക്കുഴി, ചുരുളി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വാർഷികത്തോടനുബന്ധിച്ച് വരുമാനം ഉയർത്തുന്നതിനായി ആടുവിതരണവും, ചുരുളി യൂണിറ്റ് മികച്ച അടുക്കളത്തോട്ടം ഒരുക്കിയ വ്യക്തിക്ക് സമ്മാനം നൽകുകയും ചെയ്തു. എൻ്റെ വിദ്യാലയം ഹരിത വിദ്യാലയം കിളിയാറുകണ്ടം ക്രെഡിറ്റ് യൂണിയൻ കിളിയാറുകണ്ടം ഹോളി ഫാമിലി സ്കൂളിന് പച്ചക്കറി തൈകൾ നൽകുകയും മികച്ച ഒരു വിളവെടുപ്പ് നടത്തുകയും ചെയ്തു. ഫാം ഫ്രണ്ട് ഗ്രൂപ്പുകളും അവർ സമൂഹത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളും സൊസൈറ്റിക്ക് വിലമതിക്കാനാവാത്തതാണ്. ഉപ്പുതോട്, ജോസ്പുരം എന്നീ യൂണിറ്റുകളിൽ പ്രവർത്തനം നടത്തുന്ന ഫാം ഫ്രണ്ട് അംഗങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഗിരിജ്യോതി ക്രെഡിറ്റ് യൂണിയൻ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി 5 മേഖലകളായി തിരിച്ചു. രാജാക്കാട് മേഖല, നെടുങ്കണ്ടം മേഖല, മുരിക്കാശ്ശേരി മേഖല, ചുരുളി മേഖല, ഇരട്ടയാർ മേഖല. ഓരോ മേഖലകളുടെയും മീറ്റിങ്ങുകൾ വലിയ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുകയും ചെയ്തു. നേതൃത്വ പാഠവും ഉയർത്തുന്നതിന്റെ ഭാഗമായി എല്ലാ സംഘത്തിന്റെയും എതിർനിരയിലുള്ളവർക്ക് കരിമ്പൻ ബിഷപ്പ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ലീഡേഴ്സ് മീറ്റ് നടത്തപ്പെട്ടു. എല്ലാ സംഘത്തിന്റെയും പ്രതിനിധികൾ പ്രസ്തുത മീറ്റിംഗിൽ പങ്കെടുത്തു. ഗിരിജ്യോതി ക്രെഡിറ്റ് യൂണിയന് കീഴിലുള്ള സംഘങ്ങൾക്ക് മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഈ വർഷം വരുമാന വർധനവിനായി സംഘങ്ങൾ വഴി 5000-ഓളം കോഴിക്കുഞ്ഞുങ്ങളെ സൊസൈറ്റി വിതരണം ചെയ്തു. സൊസൈറ്റിയുടെ എക്കാലത്തെയും പ്രവർത്തനങ്ങൾ ട്രൈബൽ മേഖലകളിൽ ഊന്നിയുള്ളതായിരുന്നു. നബാർഡിന്റെ സഹായത്തോടെ സൊസൈറ്റി മറയൂരിലെ 10 ആദിവാസി കുടികളിൽ നടപ്പിലാക്കുന്ന ട്രൈബൽ ഡെവലപ്മെന്റ് പദ്ധതി എടുത്തു പറയേണ്ടതാണ്. എത്തിപ്പെടുവാൻ വളരെ പരിമിതികൾ ഉള്ള കുടികളിലെ ആദിവാസി സഹോദരങ്ങളുടെ ഉയർച്ചയ്ക്കായി കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രോജക്റ്റിലൂടെ സൊസൈറ്റി 1,46,63,330 രൂപ ചെലവഴിച്ചു. കുടികളിലെ കാർഷിക ഉന്നമനം, അവരുടെ വ്യക്തിത്വ വികസനം, ജലലഭ്യത, വരുമാന വർധനവ്, അവയർനെസ് പരിപാടികൾ എന്നിവയാണ് പ്രോജക്റ്റിലൂടെ നടപ്പിലാക്കുന്നത്. നബാർഡിന്റെ സഹായത്തോടെ LEDP പദ്ധതിയിൽപ്പെടുത്തി ആദിവാസി മേഖലയിൽ
90 വനിതകൾക്ക് ചൂലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ട പരിശീലനം നൽകുകയും ഈടുറ്റ ആ ചൂലുകൾ ഇപ്പോൾ മാർക്കറ്റിൽ വിറ്റഴിക്കുകയും ചെയ്യും. കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡിയോടുകൂടി നടപ്പിലാക്കുന്ന പുരപ്പുറം സോളാർ പദ്ധതി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സവിത്ര സോളാർ സൊല്യൂഷനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്നു. ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സപ്പോർട്ട് ടു ജീസസ് ഫാമിലി പ്രോഗ്രാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്തുക, അവർക്ക് സ്വയം തൊഴിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് ഇയറിനോട് അനുബന്ധിച്ച് അടിമാലി, മറയൂർ പഞ്ചായത്തുകളിലെ ആദിവാസി കുടികളിൽ നബാർഡിന്റെ സഹായത്തോടുകൂടി നാബ് ജീവൻ ഇൻ മില്ലറ്റ് പ്രോഗ്രാം പരിപാടി നടപ്പിലാക്കി. എല്ലാ കുടികളിലും 100 മേനി വിളവ് ലഭിക്കുകയും ചെയ്തു. സേവേ ഫാമിലി പ്ലാൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഈ വർഷം 271 കുടുംബങ്ങൾക്ക് 62,81,205 രൂപയുടെ സാമ്പത്തിക സഹായം ലഭ്യമാക്കി. പുതിയ ജീവന പദ്ധതികൾ തുടങ്ങുന്നതിനായാണ് ഈ പണം കൈമാറിയത്. ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി സംഘങ്ങളിലൂടെ നിർമ്മിക്കുന്ന സോപ്പ് ഐറ്റംസ് സംഘങ്ങളിലൂടെ വിതരണം ചെയ്യുന്നു. സോപ്പുകൾ, ഡിഷ് വാഷ്, ഫ്ലോർ ക്ലീനർ, സോപ്പ് പൊടി, വിവിധ ആയുർവേദ മരുന്നുകൾ, മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ കുറഞ്ഞ വിലയിൽ സംഘാംഗങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നു. UN വുമന്റെയും വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും ബിന്ദി ഇന്റർനാഷണലിന്റെയും സഹകരണത്തോടെ സൊസൈറ്റി സ്ത്രീ ശാക്തീകരണത്തിനായി വുമൺ ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് വെൽനെസ് എന്ന പദ്ധതി നടപ്പിലാക്കി. ഇടുക്കി ജില്ലയിലെ 2000 സ്ത്രീകൾക്ക് വിവിധ പരിശീലനങ്ങൾ ഇതുവഴി നൽകി. കൂടാതെ ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശിശുദിനം, കർഷകർക്കൊരു കൈത്താങ്ങ് ലോൺ മേള, സജീവം ആന്റി ഡ്രഗ് ക്യാമ്പയിൻ 1ാം ഘട്ടം, ആശാകരണം, ക്യാൻസർ കെയർ ക്യാമ്പയിൻ എന്നീ പരിപാടികളും നടത്തപ്പെട്ടു. സാമൂഹിക ബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി ബ്ലോക്ക് പ്ലേസ്മെന്റ് നൽകി പോരുന്നു. വിവിധ കോളേജുകളിൽ നിന്നായി ഈ വർഷം 88 MFW, BFW, MBA, BBA എന്നീ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾ ബ്ലോക്ക് പ്ലേസ്മെന്റിലൂടെ കടന്നുപോയി. നോമ്പുകാല പിരിവായി ഈ വർഷം 6,67,032 രൂപ സ്വീകരിക്കുകയും രോഗി സഹായം, വിവാഹ സഹായം എന്നിവയ്ക്കായി 4,89,500 രൂപ നൽകുകയും ചെയ്തു. വയനാട് ദുരന്തബാധിതർക്ക് സഹായമായി വിവിധ ഇടവകകളിൽ നിന്ന് 35,34,265 രൂപ സ്വീകരിക്കുകയും അത് പൂർണ്ണമായും കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന് കൈമാറുകയും ചെയ്തു. നാളിതുവരെ ഞങ്ങളോട് സഹകരിച്ച, ഉയർച്ചയിൽ കൂടെ നിൽക്കുകയും താഴ്ചയിൽ കൈപിടിക്കുകയും ചെയ്ത എല്ലാ നല്ലവർക്കും നന്ദി പറയുന്നതോടൊപ്പം സൊസൈറ്റി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് നൽകുന്നു. നന്ദി.